സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? സ്റ്റേജിക്ക് വിളിച്ചു. അതായത് ഹിന്ദിയിലെ A+ കിട്ടിയ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ എണീറ്റു. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വായോ, ഹിന്ദിയില് പാരന്റ്സിന്റെ പേരും അഡ്രസ്സും ഒന്ന് ഹിന്ദിയിൽ എഴുതി കാണിച്ചായോ പറഞ്ഞു. നമസ്കാരമുണ്ട്. നമ്മൾ മലയാളികൾ മഹാഭാഗ്യം ചെയ്തവരാട്ടോ. എന്തെങ്കിലും ഒരു വിഷയമില്ലാത്ത ഒരു ദിവസവും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല. ഇത്തവണ നമ്മുടെ ജലീലിക്ക ശരിക്കും പെട്ടുപോയിട്ടോ. പഴയ കാലത്തെ പോലെ ഒന്നുമല്ല, മറ്റേ ഏത് ഈത്തപ്പഴത്തിൽ കുരുകടത്തിയ കാര്യത്തിലൊക്കെ പുള്ളി രക്ഷപ്പെട്ടു പോയെങ്കിലും ഇത്തവണ ആള് പെട്ടു ഉള്ളിലേക്ക് പോകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കേസെടുത്തു കഴിഞ്ഞു. ബാലാവകാശ കമ്മീഷനിൽ എത്ര മണിക്കൂറൊന്നും എടുത്തോന്നറിയില്ല. അതിനു മുമ്പ് കേസെടുത്തു, അന്വേഷണം തുടങ്ങി. അപ്പം എല്ലാവരും പറയണത് ഇപ്പോൾ പുള്ളി ഉള്ളിൽ പോകും തന്നെയാണ്. നിസ്സാര തെറ്റാണോ പുള്ളി ചെയ്തിരിക്കുന്നത്? ഈ കുട്ടികളെ പബ്ലിക്കായിട്ട് അപമാനിച്ചു, മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും വലിയൊരു അപരാധമായി പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്രയും ഒരു ശുഷ്കാന്തിയോടുകൂടെ നമ്മുടെ ഈ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചൊരു കാലഘട്ടം തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്തിനാണ് ഇപ്പൊ ഈ അദ്ദേഹത്തിനെതിരെ കേസെടുത്തതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ, വിശദമായി കണ്ടു നോക്കാം. സഫീനാന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ല, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? രവികുമാർ എന്നല്ല, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ് വിഷയം, അല്ലെങ്കിൽ ആ കാഴ്ച. ഈ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഏതോ ഒരു സ്കൂളിൽ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും A+ കിട്ടിയവരെ അനുമോദിക്കാൻ കിട്ടിയ ഒരു ചടങ്ങാണ്. അതിൽ ജലീലിക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പാടുള്ളായിരുന്നു. വരുന്നവരെ സ്വീകരിക്കുക, അവാർഡ് കൊടുക്കുക, അവരോട് കൈയടിച്ച് തോളത്ത് തട്ടി വിടാനേ പാടുള്ളായിരുന്നു. അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ 10-12 വർഷക്കാലം ഒരു കോളേജിൽ അധ്യാപകനായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അധ്യാപകൻ ഉണ്ടാവും. എന്തറിയാം, എങ്ങനെയാണ് ഈ കുട്ടികളുടെ പഠന നിലവാരം എന്നൊക്കെ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ, അതൊരു പൊതുജന സമ്മേളനമൊന്നും അല്ലല്ലോ, അവിടെ വെച്ച് ഈ കുട്ടികളോട് അഡ്രസ്സ് എഴുതാൻ അറിയുമോ എന്ന് ചോദിക്കുന്നു, അത് ഹിന്ദിയിൽ എഴുതാൻ അറിയുമോ എന്ന് ചോദിക്കുന്നു. അവിടെ 1-2 അക്ഷരപ്പശക്ക് വരുമ്പോൾ ആ കുട്ടിയെ തിരുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഒരു അധ്യാപകൻ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു തെറ്റ് വരുത്തുമ്പോൾ ചെവിയിലൊന്ന് പിടിച്ച് ഈ നുള്ളുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അദ്ദേഹം അതുപോലും ഒരു സെക്കൻഡിൽ താഴെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ കാഴ്ച കണ്ടാൽ അറിയാം. ജസ്റ്റ് തൊടുന്നു, വിടുന്നു, ഇത്രയേ ഉള്ളൂ. എന്നാലോ അത് നമ്മുടെ നാട്ടിലെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാലാവകാശ കമ്മീഷൻ അത് തീരെ സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഈ ആധുനിക ലോകത്തെ ഈ വിധത്തിലൊന്നും കുട്ടികളെ പീഡിപ്പിക്കാനോ തൊടാനോ ചീത്ത പറയാനൊന്നും പാടില്ലാത്രേ. അങ്ങനെയാണ് നമ്മുടെ സമൂഹം വളരുന്ന പോലും. അതൊന്നും ഇപ്പോൾ ഈ ശാസ്ത്രീയ രീതിയിൽ ശിക്ഷണ രീതികളൊക്കെ ഒഴിവാക്കണം. എല്ലാവരും സ്നേഹത്തോടുകൂടെ പറഞ്ഞാണ് കുട്ടികളിൽ മാറ്റം വരുത്തേണ്ടത്രേ. അത്യാവശ്യം ശിക്ഷാരീതികളൊന്നും പാടില്ല. എന്തായാലും ജലീലിൻ്റെ ഈ പ്രവൃത്തി ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? ഈ നാടിന്റെ അഭിമാനങ്ങൾ, ഈ നാടിന്റെ അഭിമാനങ്ങൾ, ഈ നാടിന്റെ അഭിമാനങ്ങൾ, ഈ നാടിന്റെ അഭിമാനങ്ങൾ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ അനുമോദന വേദിയാകെ, അനുമോദന വേദിയാകെ, അനുമോദന വേദിയാകെ, അനുമോദന വേദിയാകെ, അപമാനത്തിൻ വേദിയാക്കി, അപമാനത്തിൻ വേദിയാക്കി, അപമാനത്തിൻ വേദിയാക്കി, അപമാനത്തിൻ വേദിയാക്കി. ജലീലെ മൂരാച്ചി, ജലീലെ മൂരാച്ചി. ഇപ്പോൾ നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ പ്രതിഷേധ പ്രകടനമാണ് ഈ വിഷയത്തിൽ. അവർ ഒരിക്കലും ഈ ജലീലിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പറയുന്നത്. അവർ PM ശ്രീ ഇവിടെ നടപ്പിലാക്കിയാൽ പോലും ക്ഷമിക്കും, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല.
ഷാജി അറബിക്കടലിൽ നിന്ന് PM ശ്രീ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാലും MSF ഒരു പക്ഷെ സഹിച്ചേക്കാം. പക്ഷെ ഈ ജലീൽ ചെയ്ത ഈ പ്രവൃത്തിയെ MSF സഹിക്കാൻ പോകുന്നില്ല. MSFന് സഹിക്കാൻ പറ്റാത്ത ഈ വിഷയത്തില് ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഈ അനുമോദനം ഏറ്റുവാങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികളാണല്ലോ ഇത് അപമാനിക്കപ്പെട്ടിട്ടുള്ളത്. അവരോടും കൂടെ ചോദിച്ചു നോക്കിയാലല്ലേ നിങ്ങൾ എങ്ങനെയാണ് അപമാനിക്കപ്പെട്ടത് എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് എന്താ പറയാ, നല്ലൊരു നമുക്കൊരു മോട്ടിവേറ്റ്, അതായത് ബുക്സ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്നുള്ള രീതിക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചതും പഠിപ്പിച്ചതും പറഞ്ഞത് കാര്യങ്ങളൊക്കെ. അത് ഒരു നെഗറ്റീവ് ഒരു പോയിന്റ് ഇല്ല അവിടെ. അതായത് പാരന്റ്സ് നമ്മളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതിക്കാണല്ലോ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് അധ്യാപകർ അറിയുമ്പോൾ നമ്മുടെ പാരന്റ്സിന്റെ പോലെ തന്നെയാണല്ലോ. ഓല് പറയണ നമ്മൾ കേൾക്കണ്ടേ, ഓര് എന്താ പറയാ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിഞ്ഞോട്ടെ എന്നുള്ള രീതിക്കാണല്ലോ ഇതൊക്കെ പോലും പറഞ്ഞു തരുന്നത്. ഹിന്ദിക്ക് എത്ര % വെച്ചിട്ട് അപ്പൊ ഹിന്ദിയിൽ കുറച്ച് എഴുതാൻ അറിയോ ചോദിച്ചപ്പോ എന്നിട്ട് അവിടെ നിർത്തി എഴുതിച്ചു. അപ്പൊ അതിൽ ചെറിയ തെറ്റ് വന്നു. അപ്പൊ അങ്ങനെ സ്കൂളത്തെ സാർമാര് പറഞ്ഞു തരും പോലെ അത് ശരിയാക്കി തന്നു. അത്രയുള്ളൂ, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപമാനമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. സ്കൂളത്തെ സാർമാര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി. അല്ല മക്കളെ, നിങ്ങൾക്ക് ശരിയാവില്ല, നിങ്ങൾക്ക് അപമാനപ്പെട്ടില്ല എന്നൊന്നും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. ഇതെന്തായാലും ജലീലൊക്കെ ഒരു വഴിക്കാക്കിയിട്ട് നമ്മൾ അടങ്ങൂ എന്നാണ് MSFകാർ പറയുന്നത്. ഇനി MSFകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ഈ കാര്യത്തിൽ ഒട്ടും സഹിച്ചിട്ടില്ല. അതും കൂടെ നമുക്ക് കേട്ടാലാണ് ഈ കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടുള്ളൂ. അത്രമാത്രം തെറ്റാണ് നമ്മുടെ ജലീലൊക്കെ ചെയ്തത്. ഒന്ന് കേട്ടു നോക്കൂ. തീർച്ചയായും ആ പ്രവൃത്തി ആ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയാണല്ലോ 2 കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ശരിയായ രീതി ആയില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിലെ ചോദ്യങ്ങളും ഒക്കെ ഒരു നാടകീയത നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരു പ്രസംഗമധ്യേ ഒരു സാമൂഹ്യ പ്രശ്നം ചർച്ച ചെയ്യാം, അതിന് ഞങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് അവിടെ കുട്ടികളെ ഒരു ഉപകരണമാക്കി ആ കുട്ടികൾ പരിഹസിക്കപ്പെട്ടു എന്നത് ഏറെ വേദനാജനകമാണ്. അങ്ങനെ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് ആ കുട്ടികളോട് സ്വകാര്യമായിട്ടാണ് സൂചിപ്പിക്കേണ്ടത്. അതിങ്ങനെ പ്രദർശനാത്മകമായിട്ട് പുറത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രയാസം ഒരിക്കലും അദ്ദേഹം ചിന്തിക്കാതെ പോയി എന്നുള്ളതും ശരിയായില്ല. അതാണതിലെ ഒരു പ്രശ്നം. അക്കാദമിക രംഗത്ത് വലിയ തോതിലുള്ള നിലവാര തകർച്ച. അപ്പോൾ നല്ല മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികൾക്ക് പോലും എഴുത്തിലും വായനയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചില അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളാണെന്ന് അന്ന് പറഞ്ഞത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. ജലീലയോട് ആ കുട്ടികൾ ക്ഷമിച്ചാലും ആ കുട്ടികൾക്ക് അപമാനമായി തോന്നിയില്ലെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് അങ്ങനെ തോന്നി, അങ്ങനെ അപഹസിക്കാൻ പാടില്ല. പക്ഷെ കാര്യമൊക്കെ ശരിയാണ്. കുട്ടികൾക്ക് A ക്ലാസ്സൊക്കെ കിട്ടിയ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസ നിലവാരം കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിലും അതിങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്രേ. ഇപ്പം മന്ത്രി ഈ ഒരു മാധ്യമത്തിൽ വന്നിങ്ങനെ തുറന്ന് ഈ ലോകം മുഴുവൻ ഈ വിധത്തിൽ പാസ്സായ എല്ലാവരെയും അപമാനിക്കുന്നതും ഇങ്ങനെ അപമാനിക്കുന്നതിന് തുല്യമാണോ എന്നുള്ള ചോദ്യമൊന്നും നിങ്ങൾ ചോദിക്കരുത്. അദ്ദേഹം ഒരു മുറിയിലെ ഹാളിൽ അവിടെ കൂടിയിരുന്നവരോട് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ മാധ്യമം വഴി ഈ മുഴുവൻ പഠിച്ച ഇങ്ങനെയുള്ള മാർക്കുള്ള കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് ഭംഗ്യന്തേരേണ ഈ പൊതുജനത്തിനോട് പറയുമ്പോൾ അതും ഒരു അപഹസിക്കലല്ലേ എന്ന് തിരിച്ചൊന്നും നിങ്ങൾ ചോദിക്കരുത്. കാര്യം എന്തായാലും വെടിപ്പായിട്ടുണ്ട്. ജലീലിക്കയുടെ കാര്യം കട്ടപ്പുകയാണ്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു കഴിഞ്ഞു. എന്തായാലും ഇതിന്റെ ബാക്കി പത്രം എന്താവും, നാളെ എന്തായിരിക്കും ജലീലിക്കയുടെ ഭാവി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വിദ്യാഭ്യാസ നിലവാരത്തെയൊക്കെ പറ്റിയിട്ട് എല്ലാവരും സ്കൂളിൽ പോയവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കൾ പോകുന്നുണ്ടാവും, സഹോദരങ്ങൾ പോകുന്നുണ്ടാവും. അവരെയൊക്കെ ഒരു പഠന നിലവാരത്തെ പറ്റിയൊക്കെ ഒരു സാമാന്യ ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കേൾക്കാൻ നമുക്ക് ഒരു കൗതുകമുണ്ട്, ആഗ്രഹമുണ്ട്. അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.